കോഴിക്കോട് ചെവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കള്ളവോട്ടിനെ തുടർന്ന് വലിയ സംഘർഷമായിരുന്നു ഉണ്ടായത്. സംഘർഷത്തെ തുടർന്ന് ലാത്തി വീശുന്ന സാഹചര്യത്തിലേക്ക് വരെ പോലീസ് എത്തിയിരുന്നു. തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ പോലീസും സർക്കാരും കൂട്ടുനിൽക്കുന്നു എന്നുള്ള വലിയ ആരോപണമാണ് ഈ വിഷയത്തിൽ കോൺഗ്രസ് ഉന്നയിക്കുന്നത്. സംഘർഷ സാധ്യത കോഴിക്കോട് തുടരുമ്പോൾ സ്ഥലം MP MK രാഘവൻ അടക്കമുള്ളവർ കുത്തിയിരുന്ന് പ്രതിഷേധങ്ങൾ നടത്തിയിരുന്നു. തെരഞ്ഞെടുപ്പിനിടെ വോട്ട് ചെയ്യാനെത്തിയ മെമ്പർമാരെ CPM തടയുന്നു എന്നുള്ള പരാതിയുടെ അടിസ്ഥാനത്തിലാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. മാത്രമല്ല, വ്യാപകമായ രീതിയിൽ CPM കള്ളവോട്ട് നടത്തുന്നു എന്നുള്ള പരാതികളും ഉയർന്നു വന്നിരുന്നു. ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ പറഞ്ഞത് കേരളത്തിലെ സഹകരണ സ്ഥാപനങ്ങളുമായി തങ്ങളുടെ പ്രവർത്തകർ ഇനി സഹകരിക്കണമോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഉടൻ ഉണ്ടാകുമെന്നതാണ്. സഹകരണ സ്ഥാപനങ്ങളിൽ നിക്ഷേപം പിൻവലിക്കുന്ന സാഹചര്യത്തിലേക്ക് വന്നാൽ വലിയ തകർച്ചയാണ് സഹകരണ മേഖലയിൽ ഉണ്ടാവുക. ഈ വിഷയത്തിൽ കൃത്യമായ നടപടികൾ മുഖ്യമന്ത്രി സ്വീകരിക്കണമെന്നതാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് പ്രത്യേകം പറയാൻ ആഗ്രഹിക്കുന്നത്, ചേവായൂരിൽ ഇന്നലെ നടന്നത് സഹകരണ ജനാധിപത്യത്തിൻ്റെ കൊലപാതകമാണ്. അതിന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു. 5000-ഓളം ആളുകളെയാണ് വോട്ട് ചെയ്യാൻ വന്നവരെ ആട്ടിയോടിച്ചത്. 3000-ഓളം പേർ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി CPM ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ക്രിമിനലുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് പോലീസിൻ്റെ സഹായത്തോടു കൂടി വോട്ട് ചെയ്യാൻ വന്ന 5000-ഓളം ആളുകളെ ആട്ടിപ്പായിച്ചു. ക്രൂരമായ മർദ്ദനമാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരും വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു ബാങ്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഒരു കാലത്തും ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്ന കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ സംരക്ഷിക്കണം എന്ന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ളൊരു സംഘത്തെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ ഗുണ്ടകളെ ഉപയോഗിച്ചും പിടിച്ചെടുക്കാൻ, ക്രൂരമായ മർദ്ദനം അഴിച്ചുവിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, സഹകരണ രംഗത്ത് ഈ സർക്കാരിനുള്ള മുഴുവൻ പിന്തുണയും ഞങ്ങൾ പിൻവലിക്കുന്നു. ഒരു കാര്യത്തിലും ഇനി സർക്കാരുമായി യോജിച്ച് സഹകരണ രംഗത്ത് ഞങ്ങൾ പ്രവർത്തിക്കില്ല. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ബാങ്കുകളിൽ ഞങ്ങളുടെ അനുഭാവികളായ ആളുകളുടെ നിക്ഷേപങ്ങൾ തുടരണോ എന്നുകൂടി ഞങ്ങൾ ഗൗരവതരമായി ആലോചിക്കും. ഇപ്പം തന്നെ പത്തനംതിട്ടയിൽ 18 മുതൽ 21 ബാങ്കുകൾ വരെയാണ് CPM പിടിച്ചെടുത്തത്. ആ ബാങ്കുകളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിച്ചാൽ അറിയാം, വലിയ സാമ്പത്തികമായ പ്രയാസങ്ങളിലേക്ക് ആ ബാങ്കുകൾ കൂപ്പുകുത്തുകയാണ്. അപ്പോൾ സഹകരണ ജനാധിപത്യം സംരക്ഷിക്കണമെന്ന് വലിയ വായിൽ നിലവിളിക്കുകയും ഗുണ്ടകളെയും ക്രിമിനലുകളെയും പോലീസിനെയും ഉപയോഗിച്ച് ജനാധിപത്യത്തെ കശാപ്പുകയും ചെയ്യുകയാണ്. ഞങ്ങളിതിനെ നിയമപരമായും ഞങ്ങളിതിനെ രാഷ്ട്രീയമായും നേരിടും. ഇങ്ങനെ പിടിച്ചെടുക്കുന്ന ബാങ്കുകൾ മുന്നോട്ട് പോകണമോ എന്ന്, അവിടെ നിക്ഷേപം തുടരണമോ എന്ന് ഞങ്ങളുടെ അനുഭാവികൾക്ക് നിർദ്ദേശം കൊടുക്കണോ എന്നുള്ള കാര്യം പോലും ഞങ്ങൾ ഗൗരവതരമായി പാർട്ടി ആലോചിക്കും.